മനു ജോമോനെ സ്വീകരണമുറിയിലെ സോഫായിൽ താങ്ങിയാണ് കൊണ്ടുവന്ന് കിടത്തിയത്. അവൻ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. സംസാരത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്തോ കാര്യമായി സംഭവിച്ചിരിക്കുന്നു. എന്തായാലും അവൻ ശുചിമുറിയുടെ വാതിൽ പൂട്ടാതിരുന്നത് രക്ഷയായി. വലിയ ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. താൻ ശുചിമുറിയിൽ കയറി ചെല്ലുമ്പോൾ തറയിൽ അവൻ കൈയും കാലും അടിച്ച് കണ്ണുകൾ തുറിച്ച നിലയിലാണ് കണ്ടത്. ഷെറിൻ പരിഭ്രാന്തിയോടെയാണ് ഓടിയെത്തിയത്. അവളുടെ കണ്ണുകളിൽ സഹോദരൻ എന്തു പറ്റിയതെന്നറിയുവാനുള്ള ആകാംക്ഷ. മോൻ എവിടെ? അവളോടായി മനു ചോദിച്ചു. അവൻ ബെഡ്റൂമിലുണ്ട് ചേട്ടാ. നീ അവനെ ശ്രദ്ധിക്ക്. ഇവൻ കാല് തെന്നി കുളിമുറിയിൽ വീണതാണ്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പരിഭ്രാന്തിയോടെയാണ് മനു പറഞ്ഞത്. അവൾ സംശയത്തോടെ മനുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നീടവൾ ആരോമലിനരികിലേക്ക് ഓടി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ ജോമോൻ ചുവന്നു കുറുകിയ കണ്ണുകളുമായി മനുവിനെ നോക്കിയിരുന്നു. ജോമോനെ! അവനെ ശക്തിയായി തട്ടിയാണ് മനു വിളിച്ചത്. അവൻ തിരികെ ബോധമണ്ഡലത്തിലേക്ക് എത്തിയതായി മനുവിന് തോന്നി. ശുചിമുറിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ആയാസത്തോടെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവന്റെ ശബ്ദം പതറിയിരുന്നു. വാക്കുകളുടെ ഇടയ്ക്ക് അവൻ ശക്തിയായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും ഷെറിൻ അറിയേണ്ട. പറയില്ലെന്നവൻ തലയാട്ടി. പാവം, ദുരന്തമുഖത്തേക്കാണ് അവൻ വന്നത്. അനുകമ്പയോടെ അവനെ മനു നോക്കി. പിടലിയിലെ ചുവന്ന് തിണർത്ത പാടുകളിൽ അവൻ തടവുന്നുണ്ട്. ഷെറിൻ ആരോമലുമായി മുറിയിലെത്തി. ജോമോന്റെ കഴുത്തിലെ പാടുകൾ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. മനുവിനെ അവൾ നോക്കി. വീണപ്പോൾ ബാത്തബിൽ കൊണ്ടുണ്ടായ പാടാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, അവളോടായി മനു പറഞ്ഞു. ഷെറിൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് പാട് വീണ ഭാഗങ്ങൾ സ്പിരിറ്റിൽ മുക്കിയ കോട്ടൺ കൊണ്ട് തുടച്ചു. സൂക്ഷിച്ച് ശുചിമുറിയിൽ കയറാത്തതിന് അവൾ അവനെ ശാസിക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ മനു ഓഫീസിൽ പോകുവാൻ തയ്യാറായി. പോകും മുമ്പായി ജോമോന്റെ മുറിയിൽ മനു കയറി ചെന്നു. അവൻ കണ്ണു തുറന്ന് കിടക്കുന്നു. തന്നെ കണ്ടവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. നീ അവളോട് ഒരു കാര്യവും പറയല്ല. ഇല്ല, പറയില്ല, അവൻ ആവർത്തിച്ചു. ഓഫീസിൽ നേരത്തെ തന്നെ എത്തി. ഒന്നും ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. ഭീകരനായ തങ്ങളെ പിന്തുടരുന്ന നായ. ജോമോൻ ബസ്സിൽ വെച്ച് കണ്ട സന്യാസി. ഷവറിനുള്ളിൽ നിന്നു വന്ന നാവ്. ഷെറിൻ മാത്രം ഒന്നും അറിയുന്നില്ല. അവൾ തൽക്കാലം ഒന്നും അറിയേണ്ട. കാർത്തികേയൻ എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് തൻ്റെ മനസ്സു പറയുന്നു. പക്ഷേ അയാളെ തിരക്കിയപ്പോൾ മുൻകൂറായി ഇന്ന് അയാൾ ലീവിലാണെന്നറിഞ്ഞു. വൈകുന്നേരം 5:30 മണിയോടെയാണ് മനു ഓഫീസിൽ നിന്നെത്തിയത്. ആരോമലുമായി ജോമോൻ കളിയിലേർപ്പെട്ടിരിക്കുന്നു. ഷെറിൻ അകത്തെവിടെയോ ഉണ്ട്. കാറിന്റെ ശബ്ദം കേട്ട് ഷെറിൻ വെളിയിൽ വന്നു. അവൾ വളരെ സന്തോഷവതിയാണെന്ന് തോന്നി. അവൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പകൽ എരിഞ്ഞടങ്ങാൻ തുടങ്ങി. സന്ധ്യയുടെ കരങ്ങൾ പകലിനെ തഴുകുവാൻ തുടങ്ങുന്നു. ചെറിയ കോടക്കാറ്റ് വീശിത്തുടങ്ങി. ഭിത്തിയിലെ ഇരട്ടക്കുഴൽ തോക്കവൻ കയ്യിലെടുത്തു. അതിൻ്റെ കുഴലുകളും കാഞ്ചിയുമെല്ലാം അവൻ പരിശോധിച്ചു. ഉപയോഗിക്കുവാൻ പറ്റിയ തോക്ക് തന്നെ. ലൈസൻസുള്ള തോക്കാണെന്ന് ഓഫീസിൽ നിന്നും അറിഞ്ഞിരുന്നു. അതിനോടൊപ്പമുള്ള തോലിൽ നിർമ്മിച്ച പേഴ്സിൽ ആവശ്യത്തിനുള്ള തിരകൾ ഉണ്ടായിരുന്നു. രാത്രി ഭക്ഷണത്തിനിടയിൽ ജോമോനോട് ആ രുദ്രാക്ഷമുത്ത് ഉറക്കത്തിൽ കയ്യിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. തണുത്ത രാത്രി. ആകാശമാകെ താരകക്കൂട്ടങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. കോടമഞ്ഞ് പൈൻമരക്കാട്ടിനുള്ളിൽ ഇറങ്ങിത്തുടങ്ങി. അങ്ങകലെ മലഞ്ചെരുവുകൾക്കിടയിൽ നിന്നെവിടെ നിന്നോ ഒരു കുറുക്കൻ നീട്ടിക്കൂവി. ആ കൂവലിനകമ്പടിയായി പലയിടങ്ങളിൽ നിന്നും കുറുക്കന്മാർ നീട്ടിക്കൂവുവാൻ തുടങ്ങി. ഭീതിജനകമായ സംഘടിതമായ കൂവൽ. മനു ചില്ലുജാലകത്തിലൂടെ അകലേക്ക് നോക്കി നിന്നു. തിരനിറച്ച തോക്ക് കയ്യെത്തും ദൂരത്തായി ഭദ്രമായി വെച്ചിരുന്നു. അവന്റെ മനസ്സ് പ്രക്ഷുബ്ധമായ കടൽ പോലായിരുന്നു. ഏറെ നേരം അവൻ നിന്നു. ആ നായയെ കണ്ടാൽ ഷൂട്ട് ചെയ്യുക തന്നെ. കാത്തിരുന്നു മടുത്തു. ആ ജന്തു തൻ്റെ മനസ്സറിയുന്നതുപോലെ. ഉറക്കം കണ്ണുകളെ തഴുകുന്നു. കട്ടിലിലേക്ക് അവൻ ശബ്ദമുണ്ടാക്കാതെ കിടന്നു. ദേവീമന്ത്രം അവൻ ഉരുവിട്ടു.
നെരിപ്പോടിൽ കനലുകൾ പൊട്ടുന്ന നേർത്ത ശബ്ദം കേട്ട് കണ്ണുമടച്ചവൻ കിടന്നു. ഖുർജുമരങ്ങൾ തിങ്ങി നിറഞ്ഞ കിഴക്കാൻ തൂക്കായ മഞ്ഞുമലകൾ. സൂര്യപ്രകാശത്താൽ അത് വെട്ടിത്തിളങ്ങുന്നു. മനു ഓടുകയാണ്. അവന്റെ കാലുകൾ പഞ്ഞി പോലുള്ള മഞ്ഞിൽ പുതയുന്നുണ്ട്. മഞ്ഞിൽ താഴുന്ന കാലുകൾ വലിച്ചെടുക്കുവാൻ അവൻ പാടുപെടുന്നുണ്ട്. അണപ്പോടെ പാഞ്ഞെത്തുന്ന നായ. നീണ്ട കൂർത്ത പല്ലുകൾ വെളിയിൽ കാണിച്ച് തന്നെ കടിച്ചു കീറുവാൻ തന്നെയാണ് അതിൻ്റെ കുതിച്ചുള്ള വരവ്. എന്റെ ദേവി! മനു കുടുംബദേവിയെ മനസ്സിലോർത്തു. തിരിഞ്ഞു നോക്കി. ആ നായയുമായുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു. ആ ജന്തുവിൻ്റെ ഓരോ കുതിപ്പിലും മഞ്ഞുകണങ്ങൾ ശക്തമായി ചിതറിത്തെറിക്കുന്നു. ചുവന്ന നീണ്ട നാവുകൾ വെളിയിലിട്ട് ക്രൂരമായ നയനങ്ങളോടെ തന്നെ പിച്ച് ചീന്തുവാനാണ് അതിൻ്റെ പുറപ്പാട്. തൻ്റെ കാലുകൾ കുഴയുന്നു. അവൻ തലയിടിച്ച് മഞ്ഞിൻ കൂമ്പാരത്തിൽ വീണു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. തൻ്റെ മുമ്പിലായി 3 സന്യാസിമാർ നിൽക്കുന്നു. തപശക്തിയിൽ ആർജിച്ചെടുത്ത തീക്ഷ്ണമായ നയനങ്ങൾ, നീണ്ട താടിരോമത്തോടെയുള്ള മെല്ലിച്ച രൂപങ്ങൾ, നീണ്ട മുടിയിഴകൾ ശിരസിൽ അവർ ചുറ്റിവെച്ചിരിക്കുന്നു. മൂവരും കൗപീനധാരികളാണ്. അവരുടെ കാലടികളിലാണ് മനു വീണത്. രക്ഷിക്കണേ, രക്ഷിക്കണേ! മനു ശക്തമായി കേണു. കുലുക്കി വിളിക്കുന്ന ഷെറിനെ കണ്ടാണ് മനു കണ്ണു തുറന്നത്. കിടക്കയിൽ നിന്നും മനു ചാടി എഴുന്നേറ്റു. അവൻ പുലർക്കാലത്ത് കണ്ട സ്വപ്നമായിരുന്നു. മനുവിന്റെ മുൻപാകെയുള്ള കസേരകളിലൊന്നിൽ കാർത്തികേയൻ ഇരുന്നു. അവൻ തന്റെ കണ്ണുകളെ അഭിമുഖീകരിക്കുവാൻ ഭയപ്പെടുന്നു. ന്യായപീഠത്തിനു മുൻപിൽ നീതിക്കായി നിൽക്കുന്ന നിരപരാധി പോലെയാണവൻ തന്റെ മുന്നിലിരിക്കുന്നത്. എന്തിനെയോ വല്ലാതവൻ ഭയപ്പെടുന്നു. മനുവിൽ നിന്നും ഓടിയകലുവാൻ കാർത്തികേയൻ കൊതിച്ചു. കാർത്തികേയൻ, താങ്കൾ എന്നിൽ നിന്നും ബോധപൂർവം തന്നെ മാറി നിൽക്കുന്നതായി എനിക്കറിയാം. എന്താണ് എന്നിൽ നിന്നും മറയ്ക്കുന്നത്? മനുവിന്റെ ചോദ്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാതെ കാർത്തികേയൻ പതറി. അയാൾ ഓഫീസ് ടേബിളിൽ നോക്കിയിരുന്നു. മറുപടിക്കുള്ള വാക്കുകൾക്ക് വേണ്ടി അയാൾ പരതി. ഒരു കിതപ്പോടെ അയാൾ ഇരുന്നു. എന്താ, ഒന്നും പറയാനില്ലേ? മറുപടി പറയുവാൻ വൈകുന്ന കാർത്തികേയനോട് പൊട്ടിത്തെറിയോടെ ഉച്ചത്തിലാണ് മനു ചോദിച്ചത്. കാർത്തികേയൻ മനുവിന്റെ ഉറച്ച ശബ്ദത്തിനു മുമ്പിൽ ഒന്ന് കിടുങ്ങി. എന്തൊക്കെയോ പറയുവാൻ അയാൾ ശ്രമിച്ചു. വാക്കുകൾ കിട്ടാതെ അയാൾ വലഞ്ഞു. ടേബിളിലെ വെള്ളം നിറച്ച ബോട്ടിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി. മനു വെള്ളമെടുക്കുവാൻ കാർത്തികേയന് മൗനാനുവാദം കൊടുത്തു. ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അയാൾ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. എന്നിട്ട് അയാൾ തല ഉയർത്തി ധൈര്യം സംഭരിച്ച് മനുവിനെ നോക്കിയിരുന്നു. എവിടെ തുടങ്ങണമെന്നറിയാതെ അയാൾ ഇരുന്നു. മനു അവന്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ചിലമ്പിച്ച ശബ്ദത്തിൽ മെല്ലെ അവൻ പറഞ്ഞു, സാർ, മരണം പതിയിരിക്കുന്ന ആ നശിച്ച സ്ഥലത്താണ് അങ്ങ് വന്നെത്തിയത്. അവിടെ താമസിച്ച പലരും മരണപ്പെട്ടു. ആ ചെകുത്താൻ നായ കാരണം. വാക്കുകൾ തടസ്സപ്പെട്ട് അയാൾ ഇരുന്ന് കിതച്ചു. കയ്യിലിരുന്ന ഇൻഹേലർ വായിലേക്ക് അയാൾ ശക്തിയായി ചീറ്റിച്ചു. എന്നിട്ട് അയാൾ അല്പനേരം ശ്വാസം പിടിച്ചിരുന്നു. ഒടുവിലായി സാറും ആ നരകത്തിലെത്തി. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സാറിനെ കാണുവാനുള്ള ധൈര്യമില്ലായ്മ, അതാണ് സാറിൽ നിന്നും ഞാൻ ഓടി ഒളിക്കുവാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞയാൾ ശക്തമായി കിതച്ചു. അയാളുടെ കണ്ണുകൾ ആർദ്രങ്ങളായിരുന്നു. കാർത്തികേയ, ജനുമൃതികൾ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷേ ഒരു കാര്യം താങ്കൾ പറഞ്ഞില്ല. ആ നായ എവിടെ നിന്നും വരുന്നു? അവന്റെ കണ്ണുകളിൽ നോക്കിയാണ് മനു ചോദിച്ചത്. കുറെ നേരം ഒന്നും മിണ്ടാതെ അയാൾ ചിന്താധീനനായിരുന്നു. പിന്നീട് അയാൾ മുരടനക്കി. സാർ, എനിക്കൊന്നേ അറിയൂ. കാലങ്ങളായി അവിടെ താമസിക്കുന്ന പുരുഷന്മാർ ഒരു കാരണവുമില്ലാതെ മരണപ്പെടുന്നു. അവരെല്ലാം പുലിപ്പാറയുടെ അഗാധഗർത്തങ്ങളിൽ വീണാണ് മരണപ്പെടുന്നത്. പോലീസിന്റെ FIR-ൽ മരണങ്ങൾ ആത്മഹത്യ മാത്രം. എന്തോ ഭയപ്പെടുന്നത് പോലെ അവൻ വാക്കുകൾ നിർത്തി. ബോട്ടിലിൽ ബാക്കി വന്ന അല്പം വെള്ളമെടുത്തവൻ തൊണ്ട നനച്ചു. പിന്നീട് അവൻ തുടർന്നു, അങ്ങയോട് ഈ കാര്യങ്ങൾ പറയുന്ന എനിക്ക് മരണമായിരിക്കും പ്രതിഫലം. ആ നായ എല്ലാം അറിയുന്നുണ്ട്.
അവൻ്റെ കണ്ണുകളിൽ മരണഭയം നിറഞ്ഞിരുന്നു. പെട്ടെന്നവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിരിനാളം തെളിഞ്ഞതായി മനുവിന് തോന്നി. കാർത്തികേയൻ്റെ കണ്ണുകൾ കുറുകി. അയാൾ നാലുപാടും നോക്കി. ശബ്ദം താഴ്ത്തി മെല്ലെ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന, ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരാളെ ഇനി മൂന്നാറിലുള്ളൂ. പിശാചിനെ പിടിക്കുന്ന അച്ഛനെന്ന് വിളിക്കുന്ന ഇവിടുത്തെ പള്ളി വികാരി ഫാദർ ജോൺ കുന്നത്തൂഴി. കാർത്തികേയൻ പറഞ്ഞു നിർത്തി. അവൻ്റെ കണ്ണുകളിൽ തന്നോട് എല്ലാം പറഞ്ഞതിലുള്ള ആശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. ഇനിയും അജ്ഞാതമായ പലതും കണ്ടെത്തേണ്ടതുണ്ട്. സാർ, ഇനി ഞാൻ പൊയ്ക്കൊള്ളോട്ടെ? അവനെ പൊയ്ക്കൊള്ളുവാൻ അനുവാദം നൽകി. തൻ്റെ മുന്നിൽ നിന്നും നടന്നു മറയുന്ന കാർത്തികേയനെ നോക്കി ചിന്താധീനനായി മനുവിരുന്നു. ഫാദർ ജോൺ കുന്നത്തുകുഴി. അയാളുടെ മനസ്സിൽ ആ പേര് തത്തിക്കളിച്ചു. അങ്കിൾ, അങ്കിൾ. കൊഞ്ചിയുള്ള ആരോമലിന്റെ വിളി കേട്ടാണ് ജോമോൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ചുറ്റുപാടും അവനെ തേടി കണ്ണുകൾ പരതി. ചിലപ്പോൾ ഒളിഞ്ഞിരുന്ന് അവൻ തന്നെ കബളിപ്പിക്കാറുള്ളതാണ്. ജനാലകളിലൂടെ നേർത്ത കാറ്റ് മറയ്ക്കാത്ത മുഖത്തെ തലോടുന്നുണ്ട്. കിടന്നപ്പോൾ ജനാലകൾ അടച്ചിരുന്നതാണ്. ആരായിരിക്കും തുറന്നത്? ജനൽ കട്ടനുകൾ മഞ്ഞുപോലെ തണുത്ത കാറ്റിൽ ആടിയുലയുന്നു. കനത്ത കമ്പിളിപ്പുതപ്പിനുള്ളിൽ നിന്നും അവൻ ഇറങ്ങി. ആരോമലിന്റെ കൊഞ്ചിയുള്ള വിളി താൻ കേട്ടതാണല്ലോ. അവൻ ചെവിയോർത്ത് നിന്നു. തോന്നിയതാവുമോ? അവൻ തുറന്നു കിടന്ന ജനൽപ്പാളി വലിച്ചടച്ചു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. പാലുപോലുള്ള മത്തുപിടിപ്പിക്കുന്ന നിലാവ്. പൂർണ്ണചന്ദ്രൻ ആ പാൽ നിറം ഗാർഡനിലെ പുൽത്തകിടുകളിലും പൈൻമരക്കാടിനും വാരി പൂശിയിരിക്കുന്നു. രാത്രിയിൽ വിരിഞ്ഞ ഏതോ പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന സൗരഭ്യം അവിടാകെ നിറഞ്ഞു നിൽക്കുന്നു. അങ്കിളേ! ആരോമലിന്റെ വിളി വെളിയിൽ കേൾക്കുന്നു. മുറിയുടെ വെളിയിലേക്ക് അവൻ നടന്നു. ആരോ അവനെ നയിക്കുന്നതുപോലെ. വാതിലുകൾ അവന്റെ മുന്നിൽ മലർക്കെ തുറന്നു കിടന്നിരുന്നു. അങ്കിളേ! ഇപ്പോൾ ഗാർഡനിൽ നിന്നാണ് അവന്റെ വിളി വരുന്നത്. ജോമോൻ ഒരു സ്വപ്നാടകനെ പോലെ ബംഗ്ലാവിന്റെ കൂറ്റൻ ഗേറ്റ് ലക്ഷ്യമായി നടന്നു. ഉറക്കത്തിനിടയിൽ ശക്തിയായി ആരോ തട്ടി ഉണർത്തിയ പോലെ മനു ഞെട്ടി ഉണർന്നു. അരയിലെ രക്ഷ ആപത്തിൽ മുന്നറിയിപ്പ് തരുന്നതുപോലെ ചരിക്കുന്നു. അവൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരോമലിനെ പുണർന്ന് ഷെറിൻ ശാന്തമായി ഉറങ്ങുന്നു. അവൻ ചില്ലുജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് അവൻ സ്തബ്ധനായി നിന്നു. ജോമോൻ ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുന്നു. നല്ല നിലാവെളിച്ചത്തിൽ അവന്റെ മുന്നിൽ വഴികാട്ടിയായി ആ ഭീകരനായ നായ. മനു സമയം നഷ്ടപ്പെടുത്താതെ ഇരട്ടക്കുഴൽ ഗൺ കയ്യിലെടുത്തു. തിരകൾ തിടുക്കപ്പെട്ട് ലോഡ് ചെയ്തു. ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധയോടെ മുറിവാതിൽ മനു തുറന്നു. എന്നിട്ട് വെളിയിൽ നിന്ന് വാതിൽ പൂട്ടി ഷെറിനെ ഭദ്രമാക്കി. മാർജാരപാദത്തോടെ മനു ജോമോനെ പിന്തുടർന്നു. അവൻ ഒരു പരിചിതനെ പോലെ എസ്റ്റേറ്റിലെ വഴികളിലൂടെ നടക്കുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ ഒടുവിലെത്തപ്പെട്ടത് പകൽ പോലും ആരും കടന്നു ചെല്ലുവാൻ മടിക്കുന്ന പുലിപ്പാറയിലേക്കായിരുന്നു. ഒരു വശം അഗാധമായ ഗർത്തം. ഒരുപാട് മനുഷ്യർ മരണപ്പെട്ട ഒരു ഗർത്തമായിരുന്നു. ഇനി വൈകിക്കൂടാ. ഇനി അവന്റെ ഓരോ കാലടികളിലും മരണം പതിയിരിക്കുന്നു. മനു തന്റെ കയ്യിലിരുന്ന തോക്ക് ആ നായയെ ലക്ഷ്യമാക്കി ചൂണ്ടി. നാശം പിടിച്ച ജന്തുവിന്റെ അന്ത്യം തന്റെ കൈകൊണ്ട് എന്നവൻ പെറുപെറുത്തു. ഉന്നം തെറ്റാതെ നായയെ ലക്ഷ്യമാക്കി അവൻ ട്രിഗറിൽ വിരലമർത്തി. ശക്തമായ വെടിശബ്ദം മുഴങ്ങി. ആ വെടിയൊച്ചയിൽ താഴ്വാരമാകെ പ്രകമ്പനം കൊണ്ടു. സായാഹ്നം. ഒരു കയറ്റത്തിലേക്ക് കയറുന്ന സ്വിഫ്റ്റ്. മനുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. മുൻഭാഗത്തെ സീറ്റിലായി കാർത്തികേയൻ. പിൻസീറ്റിലായി ജോമോനും ഷെറിനും ആരോമലും. ആരോമലിന്റെ കയ്യിൽ ഒരു കരടിക്കുട്ടിയുടെ ടോയ്. അവൻ ആ ടോയിയോടായി സംസാരിക്കുന്നുണ്ട്. കാറിന്റെ വിൻഡോ ഗ്ലാസുകൾ തുറന്നിട്ടായിരുന്നു യാത്ര. ആരുമാരും പരസ്പരം മിണ്ടുന്നില്ല. എല്ലാവരിലും മൗനം. തേയിലത്തോട്ടങ്ങളിലും യൂക്കാലി മരങ്ങളെയും തട്ടി തഴുകി വരുന്ന തണുത്ത കാറ്റ് കാറിന്റെ താഴ്ത്തിയിട്ട ഗ്ലാസ് വിടവിലൂടെ കയറി വന്ന് അവരെ തഴുകുന്നുണ്ടായിരുന്നു.
എസ്റ്റേറ്റിലെ പണി കഴിഞ്ഞ് കൂട്ടം കൂടി വീട്ടിലേക്ക് മടങ്ങുന്നവരെ വഴിയിൽ ചിലയിടങ്ങളിലായി കാണാം. പലപ്പോഴും മാത്രം എതിരെ വരുന്ന ജീപ്പുകൾ, അതിൽ നിറയെ യാത്ര ചെയ്യുന്ന ഗ്രാമീണർ. കയറ്റം കഴിഞ്ഞുള്ള സമതലത്തിലൂടാണ് ഇപ്പോൾ കാർ ഓടുന്നത്. സുന്ദരമായ ഒരു ക്യാൻവാസ് ചിത്രം പോലെ താഴ്ന്ന തട്ടിലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കണ്ണിന് വിരുന്നൊരുക്കുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ യാത്ര ചെയ്തുവെന്ന് തോന്നുന്നു. ഒടുവിൽ അവർ ചെറിയ ഒരു ടൗണിലെത്തി. ഗ്രാമീണർ കാർഷിക സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലം. നമ്മൾ അവിടെ എത്താറായെന്ന് തോന്നുന്നു, കാർത്തികേയൻ മനുവിനോടായാണ് പറഞ്ഞത്. മനു മറുപടി ഒന്നും പറയാതെ ഗൗരവത്തോടെ തലയാട്ടി. ഫാദർ ജോൺ കുന്നത്തുകുഴി. അദ്ദേഹത്തെ തേടിയുള്ള യാത്രയാണ്. ഇടത്തേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിയുവാൻ കാർത്തികേയൻ മനുവിനോട് പറഞ്ഞു. നിറം മങ്ങിയ ബോർഡിലെ അക്ഷരങ്ങൾ അവൻ വായിച്ചു. ഹോളി മേരി ചാപ്പൽ. ആ പോക്കറ്റ് റോഡ് അങ്ങോട്ടേക്കുള്ളതാണ്. ജംഗ്ഷനിൽ തന്നെ റോഡ് തുടങ്ങുന്നിടത്തായി പള്ളിവക ഒരു കുരിശും തൊട്ടി. അതിനുള്ളിൽ ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ മാതാവിന്റെ ജീവൻ തുടിക്കുന്ന രൂപം കാണാം. കത്തിയെരിയുന്ന മെഴുകുതിരികൾ. വണ്ടി അവൻ തിരുരൂപത്തിനു മുൻപിലായി നിർത്തി. ജോമോനും ഷെറിനും ഭക്തിയോടെ കുരിശു വരച്ചു. കാർ യാത്ര തുടർന്നു. ഒടുവിൽ അവർ എത്തിയത് ഹോളി മേരി ചാപ്പലിന് മുൻപിലുള്ള ഗ്രൗണ്ടിലായിരുന്നു. അവിടെയെല്ലാം പച്ച പിടിച്ചു നിൽക്കുന്ന ധാരാളം മരങ്ങളാൽ നിറഞ്ഞിരുന്നു. സായാഹ്ന സൂര്യന്റെ കിരണങ്ങളേറ്റ് പള്ളിയിലെ വർണ്ണച്ചില്ലുകൾ സ്വർണത്തിൽ ചാലിച്ചെടുത്തതുപോലെ തോന്നി. യൂറോപ്യൻ ശില്പചാരുതയിലുള്ള ഭംഗിയാർന്ന ഒരു ചെറിയ പള്ളി. വശത്തായി മനോഹരമായ ഒരു മണിഗോപുരം. അതിൽ വലിപ്പമുള്ള ഒരു ഓട്ടുമണി തൂങ്ങുന്നുണ്ട്. മണിനാക്കിൽ കോർത്തിട്ടിരിക്കുന്ന മണിച്ചരട്. മനു തന്റെ കാർ ഒരു പടർന്നു പന്തലിച്ച മരച്ചുവട്ടിലായി ഒതുക്കി. പള്ളി അങ്കണത്തിലൊന്നും ആരെയും കാണാനില്ല. താഴെയുള്ള തട്ടിലായാണ് സെമിത്തേരി. ഭംഗിയുള്ള പൂച്ചെടികൾ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയാണ് സെമിത്തേരി സൂക്ഷിച്ചിരിക്കുന്നത്. കാർത്തികേയൻ കാറിൽ നിന്നിറങ്ങി മണിഗോപുരത്തിനു വശത്തുകൂടി നടന്നു മറഞ്ഞു. കാറിനുള്ളിലുള്ളവർ നിശബ്ദരായിരുന്നു. കളിയും ചിരിയും ഒന്നുമില്ലാതവർ കാറിലിരുന്നു. ജോമോൻ ശൂന്യതയിൽ നോക്കിയിരിക്കുന്നു. തലേന്ന് രാത്രിയിൽ തലനാരിഴയ്ക്കാണ് താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് അവൻ ഭയത്തോടെ ഓർത്തു. ആ സമയത്ത് മനുവളിയൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ? അതോർത്തപ്പോൾ ശരീരത്തിൽ ഒരു വിറയലുണ്ടായി. ചേച്ചിയെ ഒന്നും അറിയിച്ചിട്ടില്ല. രാത്രിയിൽ താനെന്തോ കണ്ട് പേടിച്ചതായാണ് ചേച്ചിയോട് അളിയൻ പറഞ്ഞിട്ടുള്ളത്. സർപ്രൈസായി ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാണ് ഇവിടെ ചേച്ചിയെ കൊണ്ടുവന്നിരിക്കുന്നത്. മനുവേട്ട, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? ഷെറിൻ മനുവിനോടായാണ് ചോദിച്ചത്. ഇന്നലെ രാത്രിയിൽ ജോമോൻ എന്തോ കണ്ടു പേടിച്ചത് മറന്നുവോ? അവനെ ഒന്ന് പ്രാർത്ഥിപ്പിക്കുകയും ഫാദറിനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവൻ മറുപടി പറഞ്ഞത്. അവർ രണ്ടുപേരും തന്നോട് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നതായി ഷെറിന് തോന്നി. അവൾ നിശബ്ദമായി ഇരുന്നു. അപ്പോൾ മണിഗോപുരത്തിന്റെ അടുത്തായി കാർത്തികേയൻ തിരികെ എത്തി. അവരെ അവൻ മാടി വിളിച്ചു. കാറിൽ നിന്നിറങ്ങി കാർത്തികേയനെ ലക്ഷ്യമാക്കി അവർ നടന്നു. അവിടെ എത്തിയപ്പോഴാണ് ഭംഗിയുള്ള ഒരു ചെറിയ വീട് പള്ളിയോടടുത്തായി അവർ കണ്ടത്. അദ്ദേഹം ഇവിടെ ഉണ്ട് സാർ, മനുവിനോടായി കാർത്തികേയൻ പറഞ്ഞു. തങ്ങളുടെ വരവ് വെറുതെ ആയില്ല. അവർ വീടിനടുത്തേക്ക് നടന്നു. കാലിലെ ചെരുപ്പുകൾ അഴിച്ചുവെച്ച് അവർ സിറ്റൗട്ടിലെ ചൂരൽ കസേരകളിൽ ഇരുന്നു. അകത്തുനിന്നും കൃശഗാത്രനായ ഒരാൾ ഇറങ്ങി വന്നു. ഒരു 55-നോടടുത്ത് പ്രായം. വെള്ള ഷർട്ടും മുണ്ടും വേഷം. തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴുത്തിൽ ഒരു മഫ്ലർ ചുറ്റിയിരിക്കുന്നു. അച്ഛൻ പ്രാർത്ഥനയിലാണ്. നിങ്ങൾ 5 പേർ വരുമെന്ന് രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയാൾ അവരുടെ അനുവാദം കാത്തു നിൽക്കാതെ അകത്തേക്ക് പോയി. മനു തരിച്ചിരുന്നു. തങ്ങൾ ഇവിടെ എത്തുമെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തോട് കാർത്തികേയൻ പറഞ്ഞിരിക്കുമോ? താങ്കൾ നമ്മളിവിടെ എത്തുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവോ? കാർത്തികേയനോടായി മനു ചോദിച്ചു. ഇല്ല സാർ, ഞാൻ പണ്ടൊന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലാതെ. അവൻ അർത്ഥോക്തിയിൽ നിർത്തി. അപ്പോൾ തങ്ങളിവിടെ എത്തുമെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു?
വൃഷഗാത്രൻ വീണ്ടും അവിടെ എത്തി. അകത്തേക്ക് കയറി വരൂ. അവരെ അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. അമ്പരപ്പോടെ മനു ആരോമലിനെ കയ്യിലെടുത്ത് അകത്തെ മുറിയിലേക്ക് കയറി. പുറകിലായി മൂവരും ഉണ്ടായിരുന്നു. അകത്തെ മുറി വിശാലമായിരുന്നു. ഷെൽഫുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ധാരാളം തടിയൻ പുസ്തകങ്ങൾ, ഷോക്കേസിൽ ധാരാളം കൗതുകങ്ങളായ കാഴ്ചവസ്തുക്കൾ, പലതരം കൊന്തകൾ, അങ്ങനെ പലതും. അവർ അകത്തെ സോഫാകളിൽ ഇരുന്നു. ടിപ്പോയുടെ മുകളിലായി ആവി പറക്കുന്ന ചായയും പലഹാരങ്ങളും അവർക്ക് വേണ്ടി കരുതി വെച്ചതുപോലെ. അവർ കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ പ്രാർത്ഥനാമുറിയുടെ വാതിൽ തുറന്നു. തുറന്ന വാതിലൂടെ 6 അടിയോളം ഉയരമുള്ള വെള്ളലോഹ ധരിച്ച ദീർഘകായനായ ഒരു മനുഷ്യൻ വെളിയിറങ്ങി. കാഴ്ചയിൽ ഒരു 75 വയസ്സിനോടടുത്ത് പ്രായം, വിളഞ്ഞ ഗോതമ്പ് മണിയുടെ നിറത്തോടെയുള്ള ഗാത്രം, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, കട്ട പിടിച്ച പുരികത്തെ അലങ്കരിക്കുന്ന തീക്ഷ്ണമായ നയനങ്ങൾ, വീതിയേറിയ നെറ്റിത്തടം, കഷണ്ടി കയറിയ തലയുടെ പാർശ്വങ്ങളിൽ വെള്ളി പോലെ നരച്ച മുടിയിഴകൾ, തേജസ്സോടെയുള്ള രൂപം. അവർ അദ്ദേഹത്തെ കണ്ട് ചാടി എഴുന്നേറ്റു. ഇരിക്കുവാൻ അവരോട് വളരെ സൗമ്യമായി അദ്ദേഹം പറഞ്ഞു. ആരോമലിന്റെ കവിൾത്തടങ്ങളിൽ വാത്സല്യപൂർവ്വം അദ്ദേഹം തഴുകി. വളരെ കാലമായുള്ള പരിചയം പോലാണ് ഫാദറിൽ നിന്നും അവർക്ക് അനുഭവപ്പെട്ടത്. ചായ കുടിച്ചതിന് ശേഷം കാർത്തികേയനെയും മനുവിനെയും ജോമോനെയും അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. മൂവരുടെയും മുഖത്തേക്ക് സൗമ്യമായാണ് അദ്ദേഹം നോക്കിയത്. ആ ശാപം പിടിച്ച സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വന്നത്, അല്ലേ? നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം നിർത്തി. മൂവരും ഒന്നും മിണ്ടാനാകാതെ പരസ്പരം നോക്കി. അദ്ദേഹം തുടർന്നു. ആ നശിച്ച നായ, അവനെ നശിപ്പിച്ചേ പറ്റൂ. അതിനായാണ് മനു നീ ഈ മലമടക്കിലെത്തിയത്. അദ്ദേഹം വാക്കുകൾ നിർത്തി. ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ ഉത്തരങ്ങൾ. മെല്ലെ അദ്ദേഹം ജാലകത്തിനരികിലേക്ക് നടന്നു. വിദൂരങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ നയനങ്ങൾ. നിശബ്ദരായി നിൽക്കുന്ന മൂവരോടായി തുടർന്നു. നിരപരാധികളായ പലരെയും അവൻ കൊന്നു. മരണമില്ലാത്ത നായ. ഇപ്പോഴവന് മഞ്ഞിനെയും മഴയെയും കാറ്റിനെയും സ്വന്തം വരുതിയിൽ നിർത്തുവാൻ കഴിയുന്നു. കൂടാതെ സ്വന്തം രൂപം മാറുവാനുള്ള കഴിവും അവൻ ആർജിച്ചെടുത്തിരിക്കുന്നു. അവനെ നശിപ്പിച്ചേ പറ്റൂ. അദ്ദേഹത്തിന്റെ വീതിയേറിയ നെറ്റിയിൽ ചുളിവുകൾ വീണു. കണ്ണുകൾ ജ്വലിച്ചിരുന്നു. മുഖം ചുവന്നു തുടുത്തിരുന്നു. പലതും പറയുവാൻ അദ്ദേഹം തുടങ്ങുന്നതായി മനുവിന് തോന്നി. തനിക്കറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുവാൻ പോകുന്നു. അപ്പോൾ വളരെ ശബ്ദത്തിൽ ജനാല വലിഞ്ഞടഞ്ഞു. ജനൽപ്പാളിയിലെ ഒരു ചില്ല് തകർന്ന് അകത്തേക്ക് പതിച്ചു. മൂവരും അങ്ങോട്ട് നോക്കി. പൊട്ടിയ ജനലിലൂടെ അവർ ആ കാഴ്ച കണ്ടു. അടുത്തുള്ള മരച്ചിലയിൽ തൂങ്ങിയാടുന്ന അസാധാരണ വലിപ്പമുള്ള കടവാവൽ. ആ വാവലിന്റെ ചുവന്ന കണ്ണുകൾ തങ്ങളെയാണ് നോക്കുന്നത്. അത് തന്റെ ചോരനാവുകൾ നൊട്ടി നുണയുന്നുണ്ട്. മനുവും ജോമോനും കാർത്തികേയനും തരിച്ചു നിന്നു.